ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിനകത്തുള്ള മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. സോ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി മൾട്ടികാസ്റ്റ് ഓപ്പറേഷൻ എന്തെന്നുള്ളത് നോക്കാം. ഒരു സിംഗിൾ പ്രോസസ്സ് ഒരു സിംഗിൾ മെസ്സേജ് ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സുകൾക്ക് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ, അതിനെയാണ് മൾട്ടികാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനാണ് മൾട്ടികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഗ്യാരൻറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തിനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് കറക്റ്റായിട്ട് ഡെലിവർ ആവുമെന്നോ അതിൻ്റെ കറക്റ്റ് ഓർഡർ ഡെലിവർ ആവുമെന്നോ എന്നുള്ള ഗ്യാരൻറ്റി ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മൾട്ടി കാസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫോൾട്ട് ടോളറൻസ് ബേസ്ഡ് ഓൺ റിപ്ലിക്കേറ്റഡ് സർവീസസ്. സോ റിപ്ലിക്കേറ്റഡ് സർവീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെർവേഴ്സാണ്. അപ്പം ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് മൾട്ടികാസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു റിക്വസ്റ്റ് മൾട്ടികാസ്റ്റ് ചെയ്യുമ്പം ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും ആ റിക്വസ്റ്റ് കിട്ടുന്നു. ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും സെയിം ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു മെമ്പർ ഫെയിലായാൽ പോലും ക്ലയൻറ്റിന് തൻ്റെ റിസൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ താൻ ഉദ്ദേശിച്ച റിസൾട്ട് തിരിച്ച് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഫോൾട്ട് ടോളറൻസ്. ദെൻ സെക്കൻഡ് വൺ, ഫൈൻഡിങ് ദ ഡിസ്കവറി സെർവേഴ്സ് ഇൻ സ്പോണ്ടേനിയസ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, അപ്പം ക്ലയൻറ്റ് മൾട്ടികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ലൊക്കേഷനിൽ, ആ പർട്ടിക്കുലർ ലൊക്കേഷനിനകത്ത് ഏതൊക്കെ ടൈപ്പ് സെർവേഴ്സാണ് ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ ഒരു സ്പോട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്. ദെൻ തേർഡ് വൺ ഈസ് ബെറ്റർ പെർഫോമൻസ് ത്രൂ റിപ്ലിക്കേറ്റഡ് ഡേറ്റ. അപ്പം ഡേറ്റയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് പല പല സെർവേഴ്സിനകത്ത് വെച്ചേക്കുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏതെങ്കിലും ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ഡേറ്റ റിക്വസ്റ്റ് ചെയ്യുമ്പം, ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുമ്പം അതനുസരിച്ച് ഏതെങ്കിലും ഒരു സെർവറിൽ നിന്ന് ആ കറസ്പോണ്ടിങ് ഡേറ്റ കൊടുക്കുന്നു. ആ ഡേറ്റയിലുണ്ടാകുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ന്യൂ വാല്യൂ, ആ ഡേറ്റയുടെ ന്യൂ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സുകൾക്കും മൾട്ടികാസ്റ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് റിപ്ലിക്ക മാനേജ് ചെയ്യുന്നത്. ഇനി പ്രൊപ്പഗേഷൻ ഓഫ് ഈവൻറ്റ് നോട്ടിഫിക്കേഷൻ. എക്സാമ്പിൾ നമ്മൾ ഫേസ്ബുക്കിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് ആരുടെയെങ്കിലും എന്തെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിന് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരും. സിമിലർലി ഒരു പ്രോസസ്സിൽ അതിന് ഉണ്ടാവുന്ന ചേഞ്ചസ് ബാക്കിയുള്ള പ്രോസസ്സുകളെ മൾട്ടികാസ്റ്റ് മെസ്സേജ് വഴി നോട്ടിഫൈ ചെയ്യാം. അതാണ് പ്രൊപ്പഗേഷൻ ഓഫ് ഈവൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി IP മൾട്ടികാസ്റ്റ് നോക്കാം. IP പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തേക്കുന്നതാണ് IP മൾട്ടികാസ്റ്റ്. ഇനി അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ IP പാക്കറ്റ് ആയിരിക്കും മൾട്ടികാസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഗ്രൂപ്പിൽ എൻ്റെ ഗ്രൂപ്പിൽ മൾട്ടികാസ്റ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ IP പാക്കറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ് D അഡ്രസ്സിംഗ് ആണ്. ഓക്കെ, അപ്പം ഗ്രൂപ്പിനകത്തുള്ള മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈനാമിക് ആയിരിക്കും. അവർക്ക് ഏത് സമയം വേണമെങ്കിലും ലീവ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതേപോലെ ഒരേ സമയത്ത് തന്നെ എത്ര ഗ്രൂപ്പിൽ വേണമെന്നുണ്ടെങ്കിലും മെമ്പേഴ്സ് ആവാം. ഓക്കെ, അതുപോലെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഒരു ഡേറ്റാഗ്രാം സെൻഡ് ചെയ്യാം. മെമ്പർ അല്ലെങ്കിൽ പോലും, ഒരു ഗ്രൂപ്പിന് മെമ്പർ അല്ലെങ്കിൽ പോലും ആ ഒരു ഗ്രൂപ്പിലോട്ട് ഒരു പ്രോസസ്സിന് ഡേറ്റാഗ്രാം സെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് മൾട്ടികാസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടികാസ്റ്റ് അഡ്രസ്സും ഉണ്ടാവും, ദെൻ ഒരു ഓർഡിനറി പോർട്ട് നമ്പറും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ മൾട്ടികാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇനി മൾട്ടികാസ്റ്റിങ്ങിൻ്റെ കേസ് പറയുമ്പം വരുന്ന രണ്ട് ടേംസാണ് മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സും മൾട്ടികാസ്റ്റ് അഡ്രസ് അലൊക്കേഷനും.
അപ്പം മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. IP പാക്കറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ലോക്കൽ നെറ്റ്വർക്ക്സിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനകത്തും ഉണ്ടാവാം, വൈഡർ നെറ്റ്വർക്കിനകത്തും ഉണ്ടാവും. അപ്പം കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, പ്രൊപ്പഗേഷൻ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി, മൾട്ടികാസ്റ്റ് ഡേറ്റാഗ്രാമിൻ്റെ പ്രൊപ്പഗേഷൻ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗട്ടേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൗട്ടേഴ്സിൻ്റെ നമ്പർ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതായത് ഒരു സെൻറ്ററിന് റൗട്ടേഴ്സിൻ്റെ നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു പ്രൊപ്പഗേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിന് റൗട്ടേഴ്സിൻ്റെ നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടൈം ടു ലീവ്, അല്ലെങ്കിൽ TTL എന്ന് പറയുന്ന രീതി, ടൈം ടു ലീവ്. ഓക്കെ, ഇനി എന്താണ് മൾട്ടികാസ്റ്റ് അഡ്രസ് അലോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ആദ്യമേ ക്ലാസ് D അഡ്രസ്സിംഗ് ആണ് ചെയ്യുന്നത്. സോ അപ്പോൾ അതിൻ്റെ റേഞ്ചായി കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഈ മൾട്ടികാസ്റ്റ് ട്രാഫിക് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ് D അഡ്രസ്സിംഗ് ആണ്. അപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അതോറിറ്റിയാണ് ഇൻ്റർനെറ്റ് അസൈൻഡ് നമ്പർ അതോറിറ്റി, IANA. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്രസ് സ്പേസിൻ്റെ ഫുൾ മാനേജ്മെൻറ്റും ഡോക്യുമെൻറ്റേഷനും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് RPC 3171 എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റാണ്. അപ്പോൾ അത് ആനുവലി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ഡോക്യുമെൻറ്റ്. ഇനി ഈ ഡോക്യുമെൻറ്റിനകത്ത് ഓരോ അഡ്രസ് സ്പേസിനെയും പല പല ബ്ലോക്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ലോക്കൽ നെറ്റ്വർക്ക് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ലോക്കൽ ട്രാഫിക്കിന് വേണ്ടിയിട്ടുള്ളത്, ലോക്കൽ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ളത്. ഇൻ്റർനെറ്റ് കൺട്രോൾ ബ്ലോക്ക്, ഇൻ്റർനെറ്റ് ട്രാഫിക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അഡ്ഹോക്ക് ഫോർ ട്രാഫിക് ദാറ്റ് ഡസ് നോട്ട് ഫിറ്റ് ഇൻ എനി ബ്ലോക്ക്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കോപ്ഡ് ബ്ലോക്കും, അതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കൺസ്ട്രെയിൻറ്റ് പ്രൊപ്പഗേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ്. ഓക്കെ, അപ്പം 4ആയിട്ടാണ് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ അനുസരിച്ച് ആ അഡ്രസ് സ്പേസുകളെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ദെൻ മൾട്ടികാസ്റ്റ് അഡ്രസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് ആവാം, അല്ലെങ്കിൽ ടെമ്പററി ആവാം. അപ്പോൾ പെർമനൻ്റ് അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്പർ എക്സിറ്റ് ചെയ്താൽ പോലും ആ പർട്ടിക്കുലർ അഡ്രസ്സ് ആ മെമ്പറിന്, ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിന് എക്സിസ്റ്റ് ചെയ്യും. എക്സാമ്പിൾ NTP, അതായത് നെറ്റ്വർക്ക് ടൈം പ്രോട്ടോക്കോളിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ അത് അതിന് വേണ്ടി മാത്രമാണ് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത്. സിമിലർലി ഗ്രൂപ്പ്സ് ടെമ്പററി ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ സ്പേസ്, അഡ്രസ് സ്പേസ് അതിന് വേണ്ടിയിട്ട് കൊടുക്കും. അതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും ലെഫ്റ്റ് ചെയ്യുമ്പം ആ സ്പേസ് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ അത് CC ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ടെമ്പററി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്താണ് ഓൾറെഡി അസൈൻഡ് ആയിട്ടുള്ള അഡ്രസ്സ് ഒരിക്കലും അതിന് കിട്ടാതിരിക്കാനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ലോക്കലായിട്ടുള്ള നെറ്റ്വർക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ TTLൻ്റെ വാല്യൂ, ടൈം ടു ലീവിൻ്റെ വാല്യൂ ഒരു സ്മോൾ വാല്യൂ, അതായത് നമ്പർ ഓഫ് റൗട്ടേഴ്സിൻ്റെ വാല്യൂ സ്മോളായിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. പക്ഷേ ഇൻ്റർനെറ്റിലോട്ട് ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് വരുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് പർട്ടിക്കുലർ ആർക്കിടെക്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു സ്പേസ് യൂണീക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂണീക്ക് അഡ്രസ് സ്പേസസ് ഒരു പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആർക്കിടെക്ചർ പറയുന്നുണ്ട്. അതാണ് മൾട്ടികാസ്റ്റ് അഡ്രസ് അലോക്കേഷൻ ആർക്കിടെക്ചർ, MALOC. ദിസ് ഇസ് ഫോർ ഇൻ്റർനെറ്റ് വൈഡ് ആപ്ലിക്കേഷൻസ്, അതായത് യൂണീക്ക് അഡ്രസ്സ് അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.